ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സാരീസിന്റെ കളക്ഷനാണ്. സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇൻഡിഗോ ബ്ലൂവിന്റെ സാരിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അടിപൊളി 8ഓളം ഷെയ്ഡുകളിലാണ് കേട്ടോ വന്നേക്കുന്നത്. 8 ചെറിയ ചെറിയ പ്രിന്റുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻസിന് എപ്പോഴും തന്നെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് ശ്രീപ്രിയ 4343 എന്നുള്ള ഐഡി എന്നുള്ള ആൾക്കാണ് കേട്ടോ. അപ്പം ആരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഞാൻ എല്ലാ കമൻസും നിങ്ങളുടെ വായിക്കുന്നതാണ്. അതിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന കമൻസുകൾ നമ്മൾ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താനുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം എല്ലാ അഭിപ്രായങ്ങളും മാനിക്കുന്ന ആളാണ്. അപ്പം അഭിപ്രായങ്ങളനുസരിച്ച് വീഡിയോയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, അഭിപ്രായം കൂടി പറയണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം ഒന്ന് നോക്കുക കൂടി ചെയ്യണം കേട്ടോ, ഞാൻ വിന്നർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ വിന്നർ ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക. നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് ആണെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂ സാരീസിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വന്നേക്കണേ. ഒരു ലീഫിൻ്റെ ഒക്കെ ഷെയ്ഡ്. അതിൻ്റെ കൂടെ ഒരു സാരീസാണ്. ഇപ്പോൾ ഇൻഡിഗോ ബ്ലൂ സാരീസിൻ്റെ കൂടെ എല്ലാവരും വൈറ്റ് ബ്ലൗസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാരിയിൽ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയൊരു പ്രിൻ്റ് ആയിരിക്കും. നമ്മുടെ ഇവിടെ വരുന്ന ഏത് പ്രിൻ്റാണ് അതിൻ്റെ ചെറിയ ചെറിയ ഡിസൈൻ ആയിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിടുമായിരിക്കും കൂടുതൽ ഭംഗി. കാരണം അതുപോലെ പ്ലീറ്റ്സ് കിട്ടും. നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ബ്ലൗസ് ഞാൻ പറഞ്ഞിരുന്നു പോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ്. ജൂട്ടിൻ്റെ മെറ്റീരിയലിൽ സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ബ്ലൗസാണ് കേട്ടോ. റേറ്റ് വരുന്നത് 300 ആണ്. നല്ല ഫിനിഷിങ്ങിലായിട്ട് വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ ഇത്. കാരണം ബാക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഈ ബ്ലൗസിൻ്റെ ബാക്കൊക്കെ വരുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. നമുക്ക് ടൈ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ടൈ എടുത്ത് ചെയ്യാം. അതല്ലെങ്കിൽ അതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചിലർക്ക് ടൈ ഉള്ളതാണ് ഇഷ്ടം, ചിലർക്ക് അതില്ലാത്തതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് 32 തൊട്ട് 40 വരെയുള്ള സൈസിൽ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇൻഡിഗോ ബ്ലൂ സാരിയുടെ റേറ്റ് വരുന്നത് 450 രൂപയാണെന്ന് പറഞ്ഞ്. മെറ്റീരിയൽ വരുന്നത് സിന്തറ്റിക് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. കോട്ടൺ അല്ല വരുന്നത്, സിന്തറ്റിക് മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പെട്ടെന്ന് ഉണങ്ങൂലോ, പിന്നെ ഒട്ടും ടൈം വേണ്ടല്ലോ. ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇത് ഫസ്റ്റ് വൺ വരുന്ന സാരിയാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ്, ഇതിനകത്ത് ഇച്ചിരി വൈറ്റ് ഷെയ്ഡ് നന്നായിട്ട് കൂടുതലുണ്ട് കേട്ടോ. എല്ലാ സാരികൾക്കും അങ്ങനെ വൈറ്റ് ഷെയ്ഡ് കൂടുതൽ വരുന്നില്ല. ഇതിന് കുറച്ച് വൈറ്റ് ഷെയ്ഡ് നന്നായിട്ട് കൂടുതൽ വരുന്നുണ്ട്. ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിന് ബോഡി ഫുൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ പോയേക്കോണ്ടോ. ഇനി പല്ലുവിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിസൈന് ചേഞ്ച് വരും. എൻ്റെ പോർഷനൊക്കെ ആകുമ്പോഴേക്കും കേട്ടോ, പല്ലുവിൻ്റെ എൻ്റെ പോർഷനൊക്കെ ആകുമ്പോഴേക്കും ചെറിയൊരു ഡിസൈന് ചേഞ്ച് വരുവേ. ഇനി ഞാൻ വരുന്നത് ഇതാണ് കേട്ടോ. പ്രിൻ്റ് വരുന്നത് ഇതാണ്. ചെറിയ ചെറിയ പ്രിൻ്റുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. ഇതാണ് എൻ്റെ പല്ലു പോർഷൻ വരുമ്പം ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇത് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല്ലുവിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിസൈന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അങ്ങനെ വരും കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലൗസ് വേണ്ടവർക്ക് ഈ ബ്ലൗസ് ഇത് കട്ട് ചെയ്തിട്ട് ബ്ലൗസ് തയ്ക്കാം. ഇത്രയും ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇത് ഇതിനകത്ത് ഇരുന്നോട്ടെ, വെറുതെ മുറിച്ച് കളയേണ്ട. വൈറ്റ് ബ്ലൗസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞാൻ ഓരോന്നും വിശദമായിട്ട് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഉടുത്തേക്കണ കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാം ഇതിൻ്റെ ജസ്റ്റ് ഒരു ചേഞ്ചസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല ഭംഗിയുള്ളതായിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുവേ. ഈ പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു 6 ആക്ക് പോലത്തെ ഉള്ള ഒരു പ്രിൻ്റിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഇത് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസ് എല്ലാം വരുന്നതെന്ന് നോക്കാം.
ഇതിൻ്റെ ബ്ലൗസ് കൊടുത്തേക്കുന്നുണ്ടോ, ചെറിയൊരു ഡോട്ട് പോലെയാണ് കൊടുത്തേക്കുന്നത്. ഓരോന്നിൻ്റെ ബ്ലൗസ് പീസുകൾക്ക് വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വന്നേക്കുന്ന ഇതാണ് കേട്ടോ. ഇതിനെല്ലാത്തിനും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു വൈറ്റ് ബ്ലൗസ് മതി കേട്ടോ. ഏതാണെങ്കിലും വൈറ്റ് ബ്ലൗസ് മതി. എല്ലാത്തിനും ആ വൈറ്റ് ബ്ലൗസ് ചേരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ വരും. ഇതിൻ്റെ എൻഡ് പോർഷനിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനിൻ്റെ ഒരു ചെറിയ പാർട്ട് തന്നെയാണ് നമ്മളുടെ ബ്ലൗസ് പീസിലും കൊടുത്തേക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ്. വൈറ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് മുറിച്ച് കളയണ്ട, ഇത് സാരിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. കാരണം നല്ല ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസിനുള്ള സ്പേസിന് നല്ല ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്ലീസിൽ സാരി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇതാണ് കേട്ടോ. പ്രിന്റിൽ ചെറിയ, ഞാൻ ഉടുത്തിരിക്കുന്നതിൻ്റെ പ്രിന്റിനേക്കാളും കുറച്ചുകൂടി വലിയ പ്രിന്റ്സാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ആ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. നമുക്കിതിൻ്റെ ഇത് സാരി ഫുൾ ലുക്ക് ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുമ്പോൾ ബ്ലൗസിൻ്റെ പീസ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ. ഇതാണ് ബ്ലൗസിൻ്റെ പീസ് വരുന്നത്. സാരിയോട് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കുത്തുന്ന ഭാഗം ഉണ്ടല്ലോ, കൊടുക്കാൻ വേണ്ടിയിട്ട് സാരി കുത്തുന്ന ഭാഗം, ആ ഭാഗത്താണ് ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ. ഒരു റൗണ്ട് പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നേക്കുന്നത്. സെയിം ഈ സാരിയുടെ അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇന്നത്തെ ബ്ലൗസ് ഏതാണ് വന്നതെന്നാണ് നോക്കാനുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആട്ടോ കൊടുത്തേക്കുന്നത്. ഞാൻ വരും. ഇത് നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. അതുപോലെ സാരി ഫുൾ സാരി വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. സാരിയുടെ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഡിസൈനിലാട്ടോ. ഡിസൈൻ വരുന്നത് ഇതാണ്. ബോഡി ഡിസൈൻ ഇത് വരും. പല്ലു പോർഷനിലേക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ഭാഗം വരുമ്പോഴും ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ബ്ലൗസിൻ്റെ ഭാഗം ഓരോ വീഡിയോസിലും ഓരോ രീതിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. ചിലതിൽ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതിലാണെങ്കിൽ ഒരു ചെറിയ ചിലതിൽ ഡിസൈനോട് കൂടിയാട്ടോ വന്നേക്കുന്നത്. ഇതിൽ വന്നേക്കുന്ന ചെറിയ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ചിലതിനകത്ത് ഇങ്ങനെ പ്രിൻ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ചിലതിനകത്ത് മാത്രമാണ് പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിലും ഓരോ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത്. പ്രിന്റ് വരുന്നത് കേട്ടോ. ലാസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു പ്രിന്റാണ് വന്നേക്കുന്നത്. അങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ നമുക്ക് ബ്ലൗസ് പീസ് മാത്രം നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെയും ബാക്കിയെല്ലാം പ്രിന്റ് ഫുൾ ഇങ്ങനെ ഈ ഒരു ഒറ്റ പ്രിന്റ് തന്നെയായിരിക്കും കേട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ബ്ലൂ തന്നെ ഒരു ചെറിയ പ്രിന്റ് പോലെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരും കേട്ടോ. പല്ലു പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഒരു പ്രിന്റിന് ചെറിയൊരു വലുപ്പ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതുപോലെ നല്ല ഭംഗിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിലുള്ള ഒരു കളർ പ്രിന്റാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ വന്നേക്കുന്നത്. എല്ലാം തന്നെ ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള പ്രിന്റുകളാണ്. 8 പ്രിന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരീസിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സാരീസിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി. നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ വീഡിയോയിലൊക്കെ അടിയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര റേറ്റ് കുറച്ചാകുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോയെന്ന്. ഷിപ്പിംഗ് ചാർജ് ഇല്ല. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏത് അറ്റത്ത് വരെയുള്ളവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് വരുന്നത് പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. സാരീസിൻ്റെ നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ചുരിദാറിൻ്റെ മെറ്റീരിയൽ ടോപ്സിൻ്റെ ഒക്കെ ക്ലിയറൻസ് ഈ മാസം ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ്, നല്ല നല്ല കമൻസിന് നല്ല കമൻസിന് എപ്പോഴും നമ്മൾ പ്രൈസ് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത ദിവസം അടിപൊളി ഒരു കളക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ.